മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയെ മൂന്നാം തവണയും ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് ഇ ഡി. ഇന്നലെ 10 മണിക്കൂറാണ് വീണയെ ചോദ്യം ചെയ്തത്. കരിമണൽ കമ്പനിയുമായി പിണറായി വിജയന് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടിയിരുന്നു. വിവരങ്ങളുമായി AT അശ്വതി ചേരുകയാണ്. അശ്വതി, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ വീണയെ മൂന്നാമതും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. അതായത് അടുത്ത ഘട്ടത്തിലേക്ക് ഇ ഡി കടന്നിരിക്കുന്നു അല്ലേ? ശ്രീജ, ഗുഡ് മോർണിംഗ്. ഈ ചോദ്യം ചെയ്യൽ അതിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. വീണയെ മൂന്നാം തവണ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചുകൊണ്ടുള്ള സമൻസാണ് ഇന്നലെ ഇ ഡി നൽകിയിരിക്കുന്നത്. അടുത്ത ആഴ്ചത്തേക്കാണ് നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇത് മൂന്നാം ഘട്ട ചോദ്യം ചെയ്യലാണ് ഇനി നടക്കാൻ പോകുന്നത്. ആദ്യ 2 ഘട്ടങ്ങളിൽ പ്രധാനമായും ഈ CMRLന് എന്ത് സേവനങ്ങളാണ് നൽകിയിട്ടുള്ളത്, അതുപോലെ തന്നെ CMRL നിന്നും അടക്കം കൈപ്പറ്റിയിട്ടുള്ള പണം ഏത് രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അത്തരത്തിലുള്ള വിഷയങ്ങളാണ് പ്രധാനമായും വീണയോട് ചോദിച്ചിരുന്നത്. ഇന്നലത്തെ ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത് SFIയുടെ കുറ്റപത്രവും അനുബന്ധ ഡോക്യുമെന്റുകളും ലഭിച്ചതിന് ശേഷമുള്ള ചോദ്യം ചെയ്യലായിരുന്നു ഇന്നലെ നടന്നത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല CMRLന്റെ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും എല്ലാം അങ്ങനെ അടക്കം 6 പേരെ നേരത്തെ തന്നെ അവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരുന്നു. അവരുടെ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലായിരുന്നു ഇന്നലെ നടന്നത്. വിശദമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെയായിരുന്നു. ഇന്നലെ നിലവിലെ പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ഏതെങ്കിലും തരത്തിൽ കരിമണൽ കമ്പനിയുമായിട്ട് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇന്നലെ ഇ ഡി ചോദിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൽ വ്യക്തമായ ഒരു ഉത്തരം നൽകാനായിട്ട് വീണ ടിക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇനി അടുത്ത ഘട്ട ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത് പിണറായി വിജയനിലേക്കും അതുപോലെ തന്നെ ഇതിൽ കോൺഗ്രസ് നേതാക്കളടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട ഉണ്ട്. അവരൊക്കെ തന്നെ ഈ കരിമണൽ കമ്പനിയുമായി ബന്ധം പുലർത്തുന്ന രീതിയിൽ സംശയനിഴലിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്കായിരിക്കും ആ വിശദാംശങ്ങളൊക്കെ അറിയുന്ന രീതിയിലേക്കുള്ള ഒരു ചോദ്യം ചെയ്യലായിരിക്കും അടുത്ത ഘട്ടത്തിലുണ്ടാകുക, മൂന്നാം ഘട്ടത്തിലുണ്ടാകുക. അതുകൊണ്ട് തന്നെ വളരെ രാഷ്ട്രീയമായിട്ടൊക്കെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും ഇന്നലെ ഈ പിണറായി വിജയനും CMRL കമ്പനിയുമായിട്ടൊക്കെയുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നൽകാനായിട്ട് വീണയ്ക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ SFIയുടെ കുറ്റപത്രവും അനുബന്ധ രേഖകളടക്കം ഇപ്പോൾ ഇ ഡിയുടെ കൈവശമുണ്ട്. ഒപ്പം തന്നെ ഇ ഡി റെയ്ഡ് നടത്തി 12 ഇടങ്ങളിൽ റെയ്ഡ് നടത്തി പിടികൂടിയ രേഖകൾ ഒക്കെയുണ്ട്. ആ രേഖകളുടെയും മൊഴികളുടെയും വിശദമായ ചോദ്യം ചെയ്യലുകൾ CMRLുമായി ബന്ധപ്പെട്ട ആളുകളുടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒക്കെ മുൻനിർത്തിയുള്ള ചോദ്യം ചെയ്യലിന്റെ ആദ്യ ഘട്ടമാണ് ഇന്നലെ നടന്നത്. ഇനി അതിന്റെ 2ാം ഘട്ടം. അങ്ങനെ മൂന്നാമത്തെ തവണയാണ് വീണ ടിയെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും രാഷ്ട്രീയ നേതാക്കളിലേക്കൊക്കെ എത്തുക എന്നത് ഒക്കെയായിരിക്കും ഇനി അറിയേണ്ടത്. മാത്രമല്ല ഈ പരിസ്ഥിതി വകുപ്പൊക്കെ കൈകാര്യം ചെയ്തത് പിണറായി വിജയനാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ കരിമണൽ കമ്പനിയുമായിട്ടൊക്കെ ബന്ധമുണ്ടോ എന്ന തരത്തിലേക്കുള്ള അന്വേഷണവും ചോദ്യം ചെയ്യലുമാണ് ഈ ഘട്ടത്തിൽ ഇ ഡി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീജ, അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനിലേക്ക് തന്നെ ഉടനെ ഇ ഡി എത്താൻ പോകുന്നു എന്ന് തന്നെയല്ലേ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അശ്വതി? തീർച്ചയായും ഇതിലെ ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ നിന്നും നമുക്ക് അതാണ് മനസ്സിലാകുന്നത്. അന്വേഷണം ഇനി വീണയിൽ നിന്ന് വിട്ട്, അതായത് വീണയാണ് ഈ കേസിന്റെ ഒരു പ്രാരംഭ കണ്ണി എന്ന് പറയുന്നത്. വീണ ഒരു തുടക്കം മാത്രമാണ്. അതിൽ നിന്നും മറ്റാളുകളിലേക്ക് ഏത് രീതിയിലാണ് പോകുന്നത് എന്നാണ് ഇനി അറിയേണ്ടത്. അതിൽ തീർച്ചയായിട്ടും പിണറായി വിജയനുമായിട്ടുള്ള ബന്ധം തന്നെയായിരിക്കും ഏറ്റവും അടുത്ത സ്റ്റെപ്പ് എന്ന വണ്ണം ഉണ്ടാവുക. അതുപോലെ തന്നെ നേരത്തെ നിലവിലുള്ള ഭരണപക്ഷത്തെ കോൺഗ്രസ് നേതാക്കളെ അടക്കം സംശയനിഴലിലാണ് എന്നുള്ള രീതിയിൽ നേരത്തെ തന്നെ വാർത്താക്കുറിപ്പിലൂടെ തന്നെ ഇ ഡി അത് വ്യക്തമാക്കിയിട്ടുമുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അവരിലേക്കും നീളാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഈ മാസപ്പടിയിൽ തുടങ്ങി ഈ കരിമണൽ കമ്പനി CMRLുമായിട്ടുള്ള ബന്ധം അത് ഏതൊക്കെ നേതാക്കൾക്ക് എങ്ങനെയൊക്കെയാണ്, പ്രത്യേകിച്ച് പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കാലഘട്ടത്തിൽ പിണറായി വിജയന് ഈ മാസപ്പടി അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ഈ കമ്പനിയുമായി ബന്ധമുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ കമ്പനിക്ക് ഇളവുകൾ നൽകിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് ഇനി അന്വേഷണം കടക്കുക. അത് നേരത്തെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. അത് ഈ SFIയുടെ കയ്യിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഈ രേഖകളുടെ കൂടി അടിസ്ഥാനത്തിൽ ഉള്ള വിശദമായിട്ടുള്ള അന്വേഷണമാണ് ഇനി നടക്കാൻ പോകുന്നത്. അത് എങ്ങനെയായിരിക്കും, രാഷ്ട്രീയമായിട്ട് പ്രതിരോധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി അറിയേണ്ടത്. ശ്രീജ, എന്തായാലും മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയെ മൂന്നാം തവണയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇ ഡി. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു AT അശ്വതി.